السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, നോമ്പുമായി ബന്ധപ്പെട്ട അവശ്യം നമ്മൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട 5 തൂണുകളിലൊന്നാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ റുക്നുകളിലൊന്നാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് എന്നറിയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാഹ് വ ഈതാഇസ് സകാത്ത് വ സൗമി റമളാൻ. ആ ഹദീസാണ് അതിനുള്ള തെളിവ്. ഇസ്ലാം കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ പ്രധാനപ്പെട്ട തൂണാണ് റമദാൻ മാസത്തിലെ നോമ്പ്. ഒരു കാര്യം ഇസ്ലാമിന്റെ തൂണാണ്, റുക്നാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാര്യമായിരിക്കും അത്. നോമ്പിന്റെ വുജൂബിയത്തിനെ, ഫർളിയത്തിനെ അറിയിക്കുന്ന ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അത്. ഇസ്ലാമിന്റെ തൂണുകളിലൊന്നാണെന്നുള്ളത്. നിർബന്ധമായ കാര്യങ്ങൾ അതിനേക്കാൾ മുകളിലുള്ള മറ്റൊരു കാര്യമില്ല. നിർബന്ധ ബാധ്യതയുടെ ഏറ്റവും ഉന്നത നിലവാരമാണ്, തലമാണ് അത് ഇസ്ലാമിന്റെ തൂണാണ് എന്നറിയിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്ന് അല്ലാഹു തന്നെ മുഅ്മിനീങ്ങളെ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ആയത്ത്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്ർ ഫൽയസും. റമളാൻ മാസം അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. ആരാണ് ആ മാസത്തിൽ സന്നിഹിതരാകുന്നത്? രോഗിയല്ലാത്ത, യാത്രക്കാരല്ലാത്ത ആരാണോ നോമ്പെടുക്കാൻ കഴിവുള്ളവർ, ഫൽയസും, അവൻ നോമ്പെടുക്കട്ടെ എന്ന് അല്ലാഹു കൽപ്പന സ്വരത്തിൽ, നിർബന്ധ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇസ്ലാമിന്റെ തൂണുകളിൽ ഒന്നാണത്. നമുക്കുമേൽ നിർബന്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണത്. ആരെങ്കിലും മനഃപൂർവ്വം നോമ്പിന്റെ വുജൂബിയത്തിനെ നിഷേധിച്ചാൽ, നോമ്പ് നിർബന്ധമൊന്നുമില്ല, നിസ്കാരം പോലെ ഒന്നല്ല. നിസ്കാരം ശരിയാണ്, 5 നേരത്തെ നിസ്കാരം എല്ലാവരും നിസ്കരിക്കണം, നോമ്പ് അങ്ങനൊന്നുമില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ, നോമ്പിന്റെ വുജൂബിയത്തിന് ഒരാൾ മനഃപൂർവ്വം നിഷേധിക്കുകയാണെങ്കിൽ ഫഖദ് കഫർ, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഇജ്മാ ഉണ്ട് ഉലമാക്കൾക്ക് ആ വിഷയത്തിൽ. എന്താണ് അതിനുള്ള തെളിവ്? നമ്മൾ പറഞ്ഞതാണ് ഈ തെളിവുകൾ. അതോടൊപ്പം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്. മനഃപൂർവ്വം ഒരാൾ നോമ്പിന്റെ നിർബന്ധ ബാധ്യതയെ നിഷേധിച്ചാൽ, അറിഞ്ഞുകൊണ്ട്, അറിവില്ലാത്ത നോമ്പ് ഇത്ര നിർബന്ധ ബാധ്യതയാണെന്ന് ഒരാൾക്ക് അറിവില്ല, അതിനെക്കുറിച്ചുള്ള ഇൽമില്ല, അയാളെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞു. അറിവില്ലായ്മ ഉദ്ർ കൊടുക്കപ്പെടുന്ന വിഷയമാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ അതിന്റെ നിർബന്ധ ബാധ്യതയെ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്താൽ ഫഖദ് കഫർ ഇജ്മാഅൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. എന്നാൽ ഒരാൾക്കറിയാം അത് നിർബന്ധ ബാധ്യതയാണ്, പക്ഷെ മടി കാരണം, അലസത കാരണമാണ് അയാൾ അത് ഒഴിവാക്കിയിട്ടുള്ളത്. അയാൾക്ക് നോമ്പെടുക്കാൻ തടസ്സം അയാളുടെ മടിയാണ്, അലസതയാണ്, അലംഭാവമാണ്. അങ്ങനെ ഒരാൾ നോമ്പ് ഒഴിവാക്കിയാലോ എന്താണ് അവന്റെ വിധി? അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയില്ല, മറിച്ച് അയാൾ ചെയ്തിട്ടുള്ളത് വലിയ തെറ്റാണ്. വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ വൻപാപമാണ് അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയില്ല, അവൻ ഫാസിഖായിരിക്കും, അവൻ ഫാജിറായിരിക്കും. അവൻ തൗബ ചെയ്യണം,
നിർബന്ധമായും അവൻ ആ നോമ്പ് നോറ്റുവീട്ടണം, ഖളാ വീട്ടണം. പണ്ഡിതന്മാർ പറയുന്നു, ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അവനെ പിടിച്ച് ജയിലിലിടണം, അതല്ലെങ്കിൽ അവൻ അടി കൊടുക്കണം, അതല്ലെങ്കിൽ രണ്ടും ചെയ്യണം. ഇതാണ് നോമ്പെടുക്കാൻ കഴിവുണ്ടായിട്ടും മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കുന്നവർക്കുള്ള ഇസ്ലാമിക വിധി. പക്ഷെ അവൻ ആ നോമ്പിന്റെ വുജൂബിയത്തിനെ നിഷേധിക്കാത്തിടത്തോളം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, കാഫിറാവുകയില്ല. മറിച്ച് നിഷേധിക്കാതെ അവൻ മടി കാരണം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഗൗരവം അറിയിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ അവിടുന്ന് പറയാണ്, അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു. ഒരിക്കൽ ഞാൻ ഉറങ്ങുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി ഉറങ്ങുന്ന സമയത്ത് അവിടുന്ന് സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്, സംശയമില്ല. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ രണ്ടാളുകൾ എൻ്റെ അരികിലേക്ക് വരികയാണ്. അവരെന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവരെന്നെ വലിയൊരു പർവ്വതത്തിനരികിൽ കൊണ്ടുപോയി, വലിയൊരു മല. എന്നിട്ട് പറഞ്ഞു, എന്നോട് ആ പർവ്വതത്തിന് മുകളിൽ കയറാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, ഇന്നി ലാ ഉതീഖു, എനിക്കതിന്മേൽ കയറാൻ കഴിയില്ല, എനിക്ക് സാധിക്കില്ല, അതായത് കയറാൻ ഞാൻ അശക്തനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന സനുസഹിലുഹു ലക്, എങ്കിൽ കയറാൻ ഞങ്ങൾ നിന്നെ സഹായിക്കാം, താങ്കളെ സഹായിക്കാം. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പർവ്വതത്തിന് മുകളിൽ കയറാൻ എളുപ്പം ചെയ്തു കൊടുത്തു, സഹായിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അങ്ങനെ പർവ്വതത്തിന് മുകളിൽ കയറി, അതിന് മുകളിലെത്താനായി. അപ്പോഴതാ അവിടെ നിന്ന് ഘോരമായ ശബ്ദം, അട്ടഹാസങ്ങൾ കേൾക്കുകയാണ്. ചില ആളുകൾ അട്ടഹസിക്കുന്നതായി ഞാൻ കേൾക്കുകയാണ്. ഞാൻ ചോദിച്ചു, മഹാദിഹിൽ അസ്വാത്ത്, മലക്കുകളാണ് അവർ വന്നവർ, എന്താണ് ഈ ശബ്ദം, എന്താണ് ഇങ്ങനെ കേൾക്കുന്ന ശബ്ദം? അവർ പറഞ്ഞു, ഹാദാ ഉവാഉ അഹ്ലിന്നാർ, അത് നരകാവകാശികളുടെ ശബ്ദമാണ്, നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ അട്ടഹാസമാണ്, അവരുടെ ദീനരോധനങ്ങളാണ്. അങ്ങനെ അവർ എന്നെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിലെത്തി. ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. ഫഇദാ, നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസക്ത ഭാഗം ഇതാണ്. ഫഇദാ അന ബിഖൗമിൻ മുഅല്ലിഖീന ബിഅറാഖീബിഹിം മുശഖഖത്തിൻ അശ്ദാഖുഹും തസീലു അശ്ദാഖുഹും ദമൻ. അങ്ങനെ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു വിഭാഗം ആളുകൾ അവരെ തല കീഴായി അവരെ കാല് മുകളിലായി ബന്ധിച്ചിരിക്കുകയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്. തല കീഴായി കാൽ മുകളിലായി അവരെ ബന്ധിച്ചിരിക്കുകയാണ്. അവരുടെ വായുകൾ, അവരുടെ താടിയെല്ല് വരെ കീറിയിട്ടുണ്ട്. തസീലു അശ്ദാഖുഹും ദമൻ, എന്നിട്ട് ആ വായിൽ നിന്നിങ്ങനെ തലകീഴായി അവർ കിടക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, രക്തമൊഴുകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹൗല, ആരാണ് ഈ കൂട്ടർ, ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവർ, ഇവരാരാണ്? അവർ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സൗമിഹിം, ഇവർ നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുമ്പ് ബോധപൂർവം നോമ്പ് മുറിച്ചവരാണ്. നോമ്പ് തുറക്കാൻ, ഹദീസിന്റെ ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുമ്പ് ബോധപൂർവം നോമ്പ് മുറിച്ചവരാണ്. നോമ്പെടുക്കാത്തവരെന്നല്ല പറഞ്ഞത്, നോമ്പെടുത്തവരാണ് അവർ. നോമ്പെടുത്തിട്ടും നോമ്പ് തുറക്കാൻ സമയമാകുന്നത് വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ, അത്രയും നേരം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സഹനമില്ലാതെ അവർ ബോധപൂർവം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ചവരാണ്. എങ്കിൽ പിന്നെ ബോധപൂർവം നോമ്പ് ഒഴിവാക്കുന്നവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? ഇത് വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നത് അങ്ങനെയാണ്. നോമ്പെടുത്തിട്ടും സമയമാവുന്നതിന് മുമ്പ് ബോധപൂർവം നോമ്പ് ഒഴിവാക്കിയവർക്കുള്ള ശിക്ഷ ഇതാണെങ്കിൽ, നോമ്പ് ബോധപൂർവം എടുക്കാതെ ഒഴിവാക്കുന്നവർക്കുള്ള ശിക്ഷ എത്ര ഗൗരവമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പിനെ നിഷേധിക്കാതെ നോമ്പ് അലംഭാവത്തോടെ മടിയോടുകൂടി ഒഴിവാക്കിയാലും അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. മറ്റേയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് ആ വിധിയിലെ വ്യത്യാസമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഹിജ്റ എത്രാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ആർക്കറിയാം? ഹിജ്റ എത്രാം വർഷം? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നോമ്പ് നോക്കിയിട്ടുണ്ടോ? റമളാനിൽ ഉണ്ടോ?
ഇല്ല. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അത് ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം നോമ്പ് നോക്കിയിട്ടുണ്ടാവും? മരിക്കുന്നതിനിടയിൽ എത്ര റമളാൻ മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കിയിട്ടുണ്ടാവും? 9 റമളാനിൽ. ഹിജ്റ 2, 3, 4, 5, 6, 7, 8, 9, 10. ഹിജ്റ 11-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 വർഷമാണ് അവിടുന്ന് മദീനയിൽ ജീവിച്ചിട്ടുള്ളത്. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പോൾ 9 റമളാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എടുത്തിട്ടുള്ളത്. ആദ്യകാലത്ത് നോമ്പ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കിയത് അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് നമ്മൾ ഈ കാണുന്ന ഇന്ന് അനുഷ്ഠിക്കുന്ന നോമ്പായിരുന്നില്ല. അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിയമമാക്കിയത്. ആദ്യകാലത്ത് ഹിജ്റ 2-ാം വർഷം തുടക്കത്തിൽ സ്വഹാബത്തിന് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തെരഞ്ഞെടുക്കാൻ ഓപ്ഷൻ വെച്ചു കൊടുത്തു. അതായത് നോമ്പെടുക്കുന്നവർക്ക് നോമ്പെടുക്കാം, നോമ്പ് ഒഴിവാക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കാം, പകരം ഫിദിയ കൊടുത്താൽ മതി. ഓരോ നോമ്പിനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. പിന്നീട് എല്ലാവർക്കും ഒരുപോലെ നോമ്പ് ഒഴിവാക്കാൻ ആർക്കും അനുവാദമില്ല എന്ന അർത്ഥത്തിൽ നോമ്പ് നിർബന്ധമാക്കി. അത് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം നോമ്പ് എല്ലാവർക്കും നിർബന്ധമാക്കിയപ്പോൾ ഇശാ മുതൽ, അതായത് തലേന്ന് ഇശാ മുതൽ പിറ്റേന്ന് മഗ്രിബ് വരെ അങ്ങനെയായിരുന്നു നോമ്പിന്റെ ദൈർഘ്യം. പിന്നീട് ഫജ്ർ മുതൽ മഗ്രിബ് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ലഘൂകരിച്ച് ഇന്ന് കാണുന്ന നമ്മൾ പഠിപ്പിക്കപ്പെട്ടതുപോലുള്ള നോമ്പിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയെന്നാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിയമമാക്കിയത്. ശരി, അപ്പോൾ ഇതാണ് നോമ്പിന്റെ അടിസ്ഥാന പാഠങ്ങളായി മുഖവുരയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അക്കൂട്ടത്തിൽ എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ് നോമ്പിന്റെ താരീഫ്? നോമ്പിന് സിയാമിന് സൗമിന് ലുഗത്തിൽ ഭാഷയിൽ അൽ ഇംസാക്ക് എന്നാണ് പറയുക. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു വെക്കുക, തടയിടുക, നിയന്ത്രണം വരുത്തുക. അതിനാണ് ഇംസാക്ക് എന്ന് പറയാം. ശറഇൽ അതിന്റെ അർത്ഥം അത്തഅബ്ബുദു ലില്ലാഹി ബിതർക്കിൽ അല്ലെങ്കിൽ ബിഇംസാക്കിൽ മുഫത്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. പ്രഭാതോദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംയമനം പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വ്രതത്തിനാണ് നോമ്പ് സിയാം എന്ന് ശറഇൽ പറയുക. പ്രഭാതോദയവും സൂര്യോദയം വ്യത്യാസമുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോഴല്ല നമ്മൾ നോമ്പ് തുടങ്ങുന്നത്, പ്രഭാതം ഉദിക്കുമ്പോഴാണ്. ഫജ്ർ സ്വാദിഖ് സുബ്ഹിന്റെ മുമ്പാണ്, ഫജ്ർ നിസ്കാരത്തിന് മുമ്പാണ്. അതിന് തുലൂഉൽ ഫജ്ർ എന്ന് പറയാം, മറ്റേതിന് തുലൂഉ ശംസ് എന്ന് പറയാം. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പ്രഭാതോദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സംയമനം പാലിക്കുക, അള്ളാഹുവിന് ആ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക. ഇതാണ് നോമ്പിന്റെ നിർവചനം. നോമ്പിന് പല രഹസ്യങ്ങളുമുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? എന്താണ് നോമ്പിന്റെ രഹസ്യം? പണ്ഡിതന്മാർ പറഞ്ഞു, അത് അല്ലാഹുവിനും അവന്റെ അടിമക്കും ഇടയിലുള്ള രഹസ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ നമ്മെ സദാ കാണുന്നു, കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു എന്ന മുറാഖബത്തുള്ള, ഇത് നോമ്പിനേക്കാൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു ഇബാദത്തുമില്ല. അതുപോലെ തന്നെ ഇഖ്ലാസ്, അള്ളാഹുവിനോടുള്ള സിദ്ഖ്, സത്യസന്ധത, നോമ്പിനേക്കാൾ കുടികൊള്ളുന്ന മറ്റൊരു ഇബാദത്തില്ല. എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യലല്ല, ചെയ്യാതിരിക്കലാണ്. നിസ്കാരമാകട്ടെ മറ്റു ഇബാദത്തുകളാകട്ടെ പുറമേക്ക് കാണിക്കലാണ്, പ്രകടിപ്പിക്കലാണ്. അല്ലേ? ഹജ്ജ് ചെയ്യുന്നത് കാണും, ഉംറ ചെയ്യുന്നത് കാണും, അതുപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നത് കാണേണ്ടവർ കാണും, രഹസ്യമാക്കാൻ പറ്റുമെങ്കിലും നോമ്പിനോളം രഹസ്യമല്ല അത്. നിസ്കരിക്കുന്നത് കാണും, നിസ്കാരം നമ്മൾ ജമാഅത്തായിട്ടാണ് നിർവഹിക്കുന്നത്. എന്നാൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കലാണ്, കുടിക്കാതിരിക്കുക, തിന്നാതിരിക്കുക. നോമ്പല്ലാത്തപ്പോൾ നമുക്ക് അള്ളാഹു ഹലാലാക്കിയ പല സംഗതിയും നമുക്ക് വിലക്കപ്പെട്ടിരിക്കുകയാണ്, ചെയ്യാതിരിക്കണം, പിടിച്ചു വെക്കലാണ്. ഇംസാഖ് നമ്മൾ പറഞ്ഞില്ലേ, തർക്ക്, ഒഴിവാക്കലാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരനായി, യഥാർത്ഥത്തിൽ നോമ്പുകാരൻ ആരാണ്? അഭിനയിക്കാൻ പറ്റൂലേ? അഭിനയിക്കുന്നവൻ ആരാണ് എന്ന് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നിസ്കാരം അഭിനയിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ വേണം, പുറമേക്ക് പ്രകടിപ്പിക്കാൻ വേണം. നിസ്കാരം എങ്ങനെ നിസ്കരിക്കുന്നുള്ളതാണ് വേറെ വിഷയം.
അത് ഇഖ്ലാസോട് കൂടിയാണോ സിദ്ഖോട് കൂടിയാണോ. പക്ഷേ നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ നോമ്പിന്റെ താത്വികമായി തന്നെ അത് രഹസ്യ സ്വഭാവമുള്ള ഒരു ഇബാദത്തായതുകൊണ്ട് അള്ളാഹുവിനും അവന്റെ അടിമക്കുമിടയിലുള്ള രഹസ്യമായ ഇബാദത്താണത്. അതുകൊണ്ട് അള്ളാഹുവിനുള്ള ഇഖ്ലാസ്, നേരത്തെ പറഞ്ഞ പോലെ മുറാഖബത്തുള്ള അള്ളാഹുവിനോടുള്ള പേടി, സത്യസന്ധത, ഇതെല്ലാം സമ്മേളിക്കുന്ന റിയാ, കലരാൻ സാധ്യത വളരെ കുറവുള്ള, ആളുകളെ കാണിക്കാൻ വേണ്ടി എന്നുള്ള ചെയ്യലല്ലാത്തത് കൊണ്ട്, ഒഴിവാക്കലായതുകൊണ്ട് റിയാഇന്റെ അംശം മറ്റ് ഇബാദത്തുകൾ അപേക്ഷിച്ച് ആപേക്ഷികമായി സംഭവിക്കാത്ത ഇബാദത്താണിത്. അതാണ് നോമ്പിന്റെ ഒരു പ്രത്യേകത, രഹസ്യം. രണ്ടാമതായി, നോമ്പ് നമ്മെ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെ അവർക്ക് ഐക്യപ്പെടാം, എങ്ങനെ അവർക്ക് സമത്വത്തിലും സ്നേഹത്തിലും നീതിയിലും ഗുണകാംക്ഷയിലും നിലകൊള്ളാം എന്ന പാഠം പഠിപ്പിക്കുന്നുണ്ട്. നോക്കി നമ്മൾ പലപ്പോഴും മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നോമ്പിൽ ഒരു കാരക്കന്റെ വിഷയത്തിൽ വരെ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച, അപൂർവമായി മുസ്ലിം ഉമ്മത്ത് ഒന്നിക്കുന്ന രംഗമാണ്. അതുപോലെ തന്നെ നോമ്പ് തുടങ്ങുന്നത് എങ്ങനെയാണ്, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ആ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനം എന്താണ്? കാഴ്ചയാണ്. മാസപ്പിറവി കാണുക. അതെവിടെ കാണണം? ഇവിടെ മാത്രം കണ്ടാൽ മതിയോ, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടാൽ മതിയോ, എല്ലായിടത്തും കാണണോ? അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കാണണം. ചന്ദ്രക്കാഴ്ചയാണ്, ചന്ദ്രപ്പിറവിയാണ് അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും. അത് മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടുന്ന അപൂർവ രംഗമാണ് പെരുന്നാളും നോമ്പും. അവിടെ വരെ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഫിത്നയാണ്. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുസ്ലിമീങ്ങളും, പ്രത്യേകിച്ച് കഴിഞ്ഞ റമളാൻ, അതിന്റെ മുമ്പത്തെ റമളാൻ, ഇപ്പോൾ വരുന്ന റമളാനൊക്കെ അള്ളാഹു നമുക്ക് നോമ്പ് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ആരോഗ്യവും ആഫിയത്തും നൽകുമാട്ടെ. ചൂടാണ്. ചൂടുകാലത്ത് നമ്മൾ നോമ്പ് തുറക്കുന്നത്, ഒരു പകലുടനീളം നമ്മൾ ഭക്ഷണം വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടാണ്. ഈത്തപ്പഴം അല്ല, ഡേറ്റ്സ് എന്നുള്ളത് മനുഷ്യന്റെ ശരീരത്തിന് ചൂടാണ്. അത് ബേസിക്കലി തണുപ്പുള്ള സംഗതിയല്ല. ആ ഈത്തപ്പഴം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോമ്പ് തുറക്കുന്നത്. ആരെങ്കിലും ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അളന്നിട്ട് ഈത്തപ്പഴം കൊണ്ട് തന്നെ നോമ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോമ്പ് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഏതെങ്കിലും തണുപ്പുള്ള ഒരു ഫ്രൂട്ട് കൊണ്ട്, ഒരു പഴം കൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാം എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അവിടെ ആരും ബുദ്ധിയും യുക്തിയും തന്റെ കണ്ടെത്തലും ഗവേഷണം നടത്തുന്നില്ല. ഈത്തപ്പഴമാണ് അള്ളാഹുവിന്റെ റസൂൽ നോമ്പ് തുറക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈത്തപ്പഴം കൊണ്ട് തന്നെ നോമ്പ് തുറക്കാം. അവിടെ ഒരു ലോജിക്കും ആളുകൾ പറയുന്നില്ല, ഒരു ശാസ്ത്രീയ വശവും പറയുന്നില്ല. അപ്പോ ഒരു കാരക്കയുടെ വിഷയത്തിൽ വരെ, കാരക്കല്ലെങ്കിൽ ഉണങ്ങിയ ഈത്തപ്പഴം ആദ്യം കഴിക്കില്ലെങ്കിൽ കാരക്ക, അല്ലെ? റുത്തബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ ഹദീസിൽ അവിടുന്ന് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ള റുത്തബാണ്, അതായത് ഉണങ്ങാത്ത ഈത്തപ്പഴം. അതില്ലെങ്കിൽ തംർ, ഉണങ്ങിയ ഈത്തപ്പഴം. അതില്ലെങ്കിൽ മാത്രം വെള്ളം. ഈ ഒരു പ്രയോറിറ്റി, ഒന്നില്ലെങ്കിൽ ഒന്ന്, ഇത് സുന്നത്താണ്, നിർബന്ധമാണ്. ഈത്തപ്പഴം കണ്ടു തന്നെ നോമ്പ് തുറക്കണം നിർബന്ധമാണോ? പല കാര്യങ്ങളും നിർബന്ധമായ സുന്നത്തുകൾ തന്നെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനാളുകൾ സുന്നത്താണെന്ന് പറയുമ്പോൾ അത് നിർബന്ധമാണോ, അതല്ല ഉപേക്ഷിച്ച കൂലില്ലാത്ത, ഉപേക്ഷിച്ച ശിക്ഷയില്ലാത്ത കേവല സുന്നത്താണോ? സുന്നത്തെന്ന് കേൾക്കുമ്പോൾ തന്നെ നിർബന്ധമാണോ, അതല്ല ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്ത കേവല സുന്നത്താണോ എന്ന ആളുകൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് സുന്നത്തിനെ വിലയിരുത്തൽ. പക്ഷെ കാരക്കന്റെ വിഷയത്തിൽ, നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉന്നയിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞ, അപൂർവമായി സുന്നത്തുകളിൽ ഒരുപാട് അത്താഴം കഴിക്കുക എന്നുള്ളത് മുസ്ലിമുകൾ ഒരുപോലെ കാണിക്കുന്ന സുന്നത്താണ്. അത്താഴം കഴിക്കുക എന്നുള്ളത്, ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളിൽ മുസ്ലിമീങ്ങൾ അത്യപൂർവമായി ഒരുമിക്കുന്ന രംഗമാണ് റമളാനും നോമ്പും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശീലിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഇതിനുള്ള രഹസ്യം? ഒരുമിക്കാനും ഐക്യപ്പെടാനും സഹവർത്തിത്വത്തിലും നീതിയിലും നിലകൊള്ളാനും ഇസ്ലാമിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിലൂടെ നമുക്ക് കാഴ്ചവെച്ച ശരിയായ കറകളഞ്ഞ 14 തനിമയുള്ള പാരമ്പര്യമുള്ള ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അത് നോമ്പിൽ നമുക്ക് ലഭിക്കുന്ന വലിയ പാഠമാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളോട് കരുണ കാണിക്കുക, നല്ല സ്വഭാവം കാഴ്ചവെക്കുക, നന്മകളിൽ മുന്നേറുക, ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ നോമ്പ് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ അക്കൂട്ടത്തിൽ എണ്ണിയ മറ്റൊരു കാര്യമാണ്, നോമ്പ് തന്റെ സഹോദരന്റെ വേദനയും പ്രയാസവും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി, പ്രയാസം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ നോമ്പ് കുറിച്ചിടുന്നുണ്ട്. നമ്മളത് അനുഭവിക്കുന്നുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ പട്ടിണിയുടെയും പശിയുടെയും വിലയോ അതിന്റെ രുചിയോ അറിയാത്ത
ന്യൂജൻ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലെ മക്കൾക്കോ ചെറുപ്പക്കാർക്കോ അതറിയില്ല. ചിലപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകൾ, തലനരച്ച ആളുകൾ, അവരെ ചെറുപ്പത്തിലൊക്കെ പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും പരിവട്ടത്തിന്റെയും കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. ഈ മുതിർന്ന ആളുകളുടെ കാലഘട്ടം കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർ അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടാവില്ല. പട്ടിണിയോ അങ്ങനെ ഒരു വാക്ക് തന്നെ സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കും ഇനി പോകുക. അങ്ങനെ നോമ്പെടുക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടിണിയുടെയും സഹാനുഭൂതിയുടെയും തന്റെ സഹോദരന്റെ വേദനയുടെയും കഷ്ടപ്പാടിന്റെയും നോവും അനുഭവവും അവൻ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നോമ്പെടുക്കുമ്പോൾ, വിശപ്പനുഭവിക്കുമ്പോൾ, പ്രയാസമനുഭവിക്കുമ്പോൾ, ദാഹമനുഭവിക്കുമ്പോൾ, അതല്ലാത്ത മാസങ്ങളിൽ ഞാനിത് ആസ്വദിക്കുമ്പോൾ അതില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ വേദന അറിയാൻ പറ്റും. അവരെ സഹായിക്കാനുള്ള മനോഭാവവും മനോവികാരവും അവനുണ്ടാകും. അത് നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറ്റൊരു രഹസ്യമായ സമ്മാനമാണ്. പാവപ്പെട്ടവരുടെ പ്രയാസം തിരിച്ചറിയാൻ, അവരെ സഹായിക്കാൻ, അവരെ കൂട്ടിപ്പിടിക്കാൻ, അങ്ങനെ മുസ്ലിമീങ്ങളിലെ സകല തട്ടിലുള്ളവരും ഭൗതികമായ ഏത് നിലവാരത്തിലുള്ളവരാകട്ടെ അവർക്കിടയിൽ സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാരുണ്യത്തിന്റെ ഇബാദത്താണ് നോമ്പ് എന്നത്. ഇത് നോമ്പിന്റെ മറ്റൊരു രഹസ്യമാണ്. മറ്റൊരു രഹസ്യമായി പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പ് എന്നത് നമ്മുടെ നഫ്സിനെ, നമ്മുടെ ദേഹേച്ഛകളെ എങ്ങനെ കടിഞ്ഞാണിടണം എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിശീലിപ്പിക്കുന്ന മഹത്തായ ഇബാദത്താണ്. നോമ്പിനോളം അല്ലാഹു നമ്മെ ഇത് ശീലിപ്പിക്കുന്ന മറ്റൊരു ഇബാദത്തില്ല. നോമ്പ് യഥാർത്ഥത്തിൽ ജിഹാദാണ്, നമ്മുടെ നഫ്സിനോടുള്ള ജിഹാദാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ശഅബാനിന്റെ അവസാന ദിവസം വരെ, അവസാന സെക്കൻഡ് വരെ നമ്മുടെ നിത്യജീവിതത്തിലെ നിത്യസംഭവമായിരുന്ന, ഒരിക്കൽ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അല്ല അത് നമ്മുടെ ജീവന്റെ തന്നെ ആധാരമായ, നമ്മുടെ അടിസ്ഥാന നിലവാരമായ ഭക്ഷണവും വെള്ളവും നമ്മൾ ഒരു മാസക്കാലം പകലുടനീളം ശക്തമായ ചൂടിൽ ഒഴിവാക്കുകയാണ്. ഇതിനേക്കാൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന, ത്യാഗം സഹിക്കുന്ന, സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്ന മറ്റൊരു രംഗമുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ ഒരു മാസക്കാലം നമ്മെക്കൊണ്ട് ശീലിപ്പിക്കുകയാണ്. പുകവലി, സ്മോക്കിംഗ് നിർത്താൻ പറ്റൂല എന്ന് പറയുന്ന ആളുകൾ, ഒരു കാലത്ത് എനിക്ക് കഴിയൂല എന്ന് പറയുന്ന ആളുകൾ അല്ലേ, പുകവലിക്കാരെ നോമ്പെടുക്കുന്നില്ലേ? നോമ്പ് മുറിക്കുന്നത് വലിച്ചിട്ടാണെന്നുള്ള വേറെ കാര്യം. പക്ഷെ ഒരു പകലുടനീളം 10-12 മണിക്കൂർ അവർ വലിക്കാതെ അവർ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞൊരു പറ്റുന്നില്ലേ, അവർക്ക് സാധിക്കുന്നില്ലേ? അള്ളാഹു കാണിച്ചു കൊടുക്കുന്നില്ല. ആത്മനിയന്ത്രണം അള്ളാഹുവിന് വേണ്ടി എന്ന ചിന്തയുണ്ടെങ്കിൽ, സത്യസന്ധമായി അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ എന്തും ത്യജിക്കാനും ഏത് ത്യാഗം സഹിക്കാനും എന്തിനും കടിഞ്ഞാണിടാൻ നമുക്ക് സാധിക്കുമെന്ന് അള്ളാഹു നോമ്പ് കൊണ്ട് നമ്മെക്കൊണ്ട് തെളിയിക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ. ഇത് വേറൊരു ഇബാദത്തിലും ഇല്ല എന്നുള്ളതാണ്. അതാണ് നോമ്പിന്റെ മറ്റൊരു രഹസ്യം. അതുപോലെ തന്നെ ഭക്ഷണം നിയന്ത്രിക്കാൻ, അതിലൂടെ നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ, അല്ലെ, നോമ്പിന്റെ ശാസ്ത്രീയ വശം പറഞ്ഞിട്ട് നോമ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നോമ്പ് മുസ്ലിങ്ങളുടെ ഭക്ഷണക്രമം നിയന്ത്രിക്കാനുള്ള ഒരു ഡയറ്റിംഗ് പദ്ധതിയല്ല. അതിലപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളാണ് അതിലുള്ളത്. അള്ളാഹുമായിട്ടുള്ള രഹസ്യമായ ഇബാദത്താണ്. തടി നന്നാവാനല്ല നമ്മൾ നോമ്പ് വെക്കുന്നത്. പക്ഷേ അത് സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, പലപ്പോഴും നമ്മൾ നോമ്പ് കാലത്ത് അല്ലാത്ത മാസങ്ങളിൽ, റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു നേരം നമ്മൾ ഭക്ഷണം ഒഴിവാക്കിയാൽ, അല്ലേ, അതല്ലെങ്കിൽ നല്ല ചൂടുള്ള കാലത്ത്, നോമ്പുകാലം അല്ലാത്ത സമയത്ത് വെള്ളം കുടി കുറഞ്ഞാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കും. പലരും ഡീഹൈഡ്രേഷൻ വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട്, അല്ലേ? ചൂടുകാലത്ത് സൂര്യതാപം, ഇങ്ങനെ പലതും സംഭവിക്കില്ല. പക്ഷേ ആധികാരികമായ ഈ നോമ്പെടുത്തത് കൊണ്ട്, ഇപ്പൊ റമദാൻ മാസമായി കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും ലോകത്തിന്റെ മുക്കിലും മൂലയിലുമെല്ലാം നോമ്പെടുക്കുകയാണ്. പലയിടത്തും ചൂടുകാലമാണ്. ആധികാരികമായ, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ നോമ്പിന്റെ ശാസ്ത്രീയതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, ഇത് പ്രാക്ടിക്കൽ അല്ല, ഇത് പ്രായോഗികമല്ല, ആളുകളെ ശരീരത്തെ നശിപ്പിക്കലാണ്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം വെള്ളമൊക്കെ ഒഴിവാക്കി സ്വയം അവരെ ശരീരത്തെ നശിപ്പിക്കലാണ്, ആത്മഹത്യ തുല്യമാണ് എന്ന് ആരെങ്കിലും വിശേഷിപ്പിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ചിന്തകന്മാരോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ യുക്തി കൊണ്ട് ദീൻ അളക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് അശാസ്ത്രീയമാണെന്ന്? മറിച്ച് അവര് ഇസ്ലാമിലെ ഫാസ്റ്റിങ്ങിനെ അവര് തന്നെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സംഭവിക്കുന്നത്. പക്ഷെ റമദാൻ അല്ലാത്തപ്പോ സംഭവിക്കുന്നു.
റമദാനിൽ നമ്മൾ വെള്ളവും ഭക്ഷണം ഒഴിവാക്കിയാൽ നമുക്കങ്ങനെ ഒരു പ്രയാസം സംഭവിക്കുന്നില്ല. റമദാൻ അല്ലാത്തപ്പോൾ നമുക്കൊരു നേരം അത് ഒഴിച്ചു നിർത്താൻ വയ്യ. അത് റമദാനിന്റെ ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം റമദാനിൽ നോമ്പ് കൊണ്ട് നമുക്ക് നൽകുന്ന കാവലാണ്, സംരക്ഷണമാണ്. ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ നോമ്പിൻ്റെതായി നമുക്ക് കാണാം. നോമ്പിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരും ഖുത്ബകളിൽ നമുക്ക് സൂചിപ്പിക്കാം. നോമ്പ് പരിചയാണ്, തിന്മകളിൽ നിന്നും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള പരിച. ഏതൊരു തിന്മയെയും നിയന്ത്രിക്കാൻ, നമുക്ക് സ്വയം നിയന്ത്രിച്ച് അതിൽ നിന്ന് അകലം പാലിക്കാൻ നോമ്പ് നമുക്കൊരു സംരക്ഷണ കവചമാണ്, പരിചയാണ്. അതുപോലെ തന്നെ നോമ്പ് അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം അവൻ അതിനെ ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല. ഇത്ര പ്രതിഫലമെന്ന് നിശ്ചയിച്ചിട്ടില്ല. നോമ്പല്ലാത്ത മറ്റു നന്മകൾക്കെല്ലാം ഒരു നന്മ ചെയ്താൽ അതിന് 10 ഇരട്ടി മുതൽ, ഒരു നന്മക്ക് അതേ തോതിലല്ല അള്ളാഹു പ്രതിഫലം നൽകുന്നത്, കൂലി നൽകുന്നത്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയാണ് അതിന്റെ മേന്മയനുസരിച്ച് അള്ളാഹു കൂലി നൽകുന്നത്. നോമ്പല്ലാത്ത നന്മകൾക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. നോമ്പിന് അള്ളാഹു അങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചില്ല. അതിന് കണക്കില്ലാതെയാണ് അള്ളാഹു പ്രതിഫലം നൽകുക. അതുകൊണ്ടാണ് അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞത് സിയാമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സീ ബി, ഞാൻ അതിന് പ്രതിഫലം നൽകുന്നതാണ്. എങ്ങനെ, എത്ര, കണക്കില്ല എന്നുള്ളതാണ്. നോമ്പുകാർക്ക് മാത്രം പ്രത്യേകം സ്വർഗത്തിൽ പ്രവേശിക്കാൻ റയ്യാൻ എന്നു പേരുള്ള കവാടമുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ശരി, ഇതാണ് നോമ്പിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട്, നോമ്പ് എന്ന ഇബാദത്തിന്റെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അതിന്റെ അഹ്കാമുകളിലേക്ക് നമുക്ക് വരാം. ആർക്കാണ് നോമ്പ് നിർബന്ധമുള്ളത്? നോമ്പ് നിർബന്ധമാകാനും ശരിയാകാനുമുള്ള നിബന്ധനകൾ, ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി ഇസ്ലാം, മുസ്ലിമാകണമെന്നുള്ളതാണ്. മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധം. മുസ്ലിം നോമ്പ് നോറ്റാലേ നോമ്പാവുകയുള്ളൂ, നോമ്പ് സ്വഹീഹാകുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ അമുസ്ലിമീങ്ങൾ, ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന ആളുകൾ നോമ്പെടുത്തത് കൊട്ടിഘോഷിച്ച് വലിയ സുഹൃതമായി പുണ്യപ്രവൃത്തിയായി ഇവിടെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ വക്താക്കളെ തന്നെ കാണാം. യഥാർത്ഥത്തിൽ അവർ നോമ്പെടുത്താൽ ഒരുപക്ഷെ അവർക്ക് തടിക്കെന്തെങ്കിലും ഗുണമുണ്ടാവുന്നല്ലാതെ അള്ളാന്റെ അടുത്ത് എന്തെങ്കിലും കൂലി ഉണ്ടാവുമോ? അതിന് വലിയ പുണ്യപ്രവൃത്തിയായി സുഹൃത്തുമായി ചിത്രീകരിക്കുന്നവരെ കാണാം. അള്ളാഹുവിന്റെ അടുത്ത് അതിന് യാതൊരു പ്രതിഫലം ലഭിക്കുകയില്ല. അവർക്ക് പരലോകത്ത് ഒരു നന്മയും അതുകൊണ്ട് രേഖപ്പെടുത്തുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലില്ലദീന കഫറു ഇയൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. കുഫാറുകൾ അവരാ കുഫറിൽ നിന്ന് അള്ളാഹുവിന്റെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാലേ അവരെ മുൻകാല പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെ നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ മുസ്ലിമനാണ് നോമ്പ് നിർബന്ധം, മുസ്ലിമാണ് നോമ്പെടുക്കേണ്ടത്. കാഫിർ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ നോമ്പ് അസ്വീകാര്യമാണ്, അവൻ ഇബാദത്തിന് അർഹനല്ല. അവൻ ആദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, എങ്കിലേ അവന്റെ നന്മകൾ സ്വീകാര്യോഗ്യമാകുകയുള്ളൂ. ഇനി ഒരാള് മുസ്ലിമായി, റമളാൻ മാസത്തിൽ മുസ്ലിമായി, എന്താണ് അവന്റെ വിധി? അവൻ മുസ്ലിം ആയതിനു ശേഷം അവൻ നോമ്പെടുത്തു തുടങ്ങണം. പണ്ഡിതന്മാർ ചില പറഞ്ഞു റമളാനിന്റെ പകലിലാണ് അയാൾ മുസ്ലിം ആയത്, അപ്പൊ അയാൾ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യണം? ചില പണ്ഡിതന്മാർ പറഞ്ഞു അയാൾ മുസ്ലിമീങ്ങളെ പോലെ നോമ്പുള്ളവനായി പിടിച്ചു വെക്കണം, ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് നിയന്ത്രണം പാലിക്കണം. ചിലർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, അടുത്ത ദിവസം മുതൽ അവൻ നിർബന്ധമായ നോമ്പ് മുസ്ലിമീങ്ങൾ എടുക്കുന്ന പോലെ എടുക്കണം. എന്നാൽ റമളാനിന്റെ പകുതിയിലാണെങ്കിൽ, റമളാനിന്റെ ഇടക്കാണ് അയാൾ മുസ്ലിം ആയത്, അപ്പൊ കഴിഞ്ഞ നോമ്പുകൾ അവൻ അനുഷ്ഠിക്കണോ? വേണോ? വേണ്ടതില്ല. കാരണം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അവർ മുൻപ് ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അവർ പാഴാക്കിയ നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യും. മുസ്ലിമായത് മുതൽ അയാൾക്ക് നിർബന്ധമാകും. റമളാനിന് ഇടക്കാണ് ഒരാൾ മുസ്ലിം ആയതെങ്കിൽ പോലും കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നോമ്പ് അയാൾ നോറ്റുവിട്ടേണ്ടതില്ല. അപ്പോ നോമ്പ് ശരിയാകാനുള്ള ഒന്നാമത്തെ നിബന്ധന, നോമ്പ് നിർബന്ധമാകാനുള്ള ഒന്നാമത്തെ നിബന്ധന മുസ്ലിമാവുക എന്നുള്ളതാണ്. ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പ് കാലത്തിനിടയിൽ മുർത്തദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, കാഫിറായി പോയി, എന്താണ് അവന്റെ വിധി? അവൻ ആ റമളാനിൽ എടുത്തു വന്ന നോമ്പും അതുവരെ എടുത്ത നോമ്പുകൾ, അവന്റെ സകല ഇബാദത്തുകളും ബാത്തിലായി, നിഷ്ഫലമായി. പിന്നീട് വീണ്ടും അവൻ തൗബ ചെയ്ത് അതേ റമളാനിൽ തന്നെ തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നു. എന്ത് സംഭവിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. അവൻ ആ റമളാനിൽ നഷ്ടപ്പെടുത്തിയ, റമളാനിൽ തന്നെ മുർത്തദായി, റമളാനിൽ തന്നെ കുറച്ച് നോമ്പെടുത്ത് മുർത്തദായി. ആ
മുർത്തദായ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അവന്റെ സകല നന്മകൾ ബാത്തില്. പക്ഷേ പിന്നീട് അവൻ ഇസ്ലാമിലേക്ക് തൗബ ചെയ്ത് ഇസ്ലാം പുതുക്കി തിരിച്ചു വന്നു. അപ്പൊ അതിനിടയ്ക്ക് അവന് നഷ്ടപ്പെട്ട റമദാനിലെ നോമ്പുകൾ, മുൻപ് ചെയ്ത നോമ്പുകൾ, അതൊക്കെ ബാത്തിലായല്ല മുർത്തദായപ്പോൾ. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നു, അവന്റെ മേൽ രേഖപ്പെടുത്തുന്നതാണ് ഇസ്ലാം പുതുക്കിയവൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇസ്ലാമിലായിരിക്കുക എന്നതാണ്, മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുള്ള ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് അൽ ബുലൂഗ്, പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്. പ്രായപൂർത്തിയായവർക്കാണ് നോമ്പ് നിർബന്ധം. കുട്ടികൾക്ക്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. പക്ഷേ അവരുടെ നോമ്പ് ശരിയാവും, നോമ്പ് ശരിയാകും. വകതിരുവെത്തിയ പ്രായത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ പോലും അവരെ നോമ്പ് ശരിയാകും. നോമ്പിന് അവർക്ക് കൂലി രേഖപ്പെടുത്തും. പക്ഷെ നോമ്പ് നിർബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നോമ്പ് എടുക്കാൻ സാധിക്കുന്ന പ്രായപൂർത്തിയാകാത്ത മക്കളൊക്കെ നമ്മൾ നോമ്പ് എടുപ്പിക്കണം. സ്വഹാബത്ത് ആശുറാഇന്റെ നോമ്പ്, മുഹറം 10ന്റെ നോമ്പ് തങ്ങളുടെ കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുത്തിട്ട് ശ്രദ്ധ തെറ്റിച്ച് അവർ കരയുമ്പോൾ, വിശന്ന് കരയുമ്പോൾ കളിപ്പാട്ടം കൊടുത്ത് ശ്രദ്ധ തിരിച്ച് അവരെ നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ചെറിയ പ്രായത്തിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരത്തിനെ പോലെ 7 വയസ്സ് മുതൽ നമ്മൾ കുട്ടികളെ നിസ്കാരം കൽപ്പിക്കുന്ന പോലെ നോമ്പ് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നാണ്. ചില പണ്ഡിതന്മാർ അടിച്ചിട്ടില്ലെങ്കിലും അവരെ താല്പര്യപൂർവ്വം ഒന്നും കൂടി ഗൗരവത്തിൽ അതിനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ 10 വയസ്സായി കഴിഞ്ഞാൽ നോമ്പിനെ പരിശീലിപ്പിക്കണമെന്നാണ്. ചെറുപ്പത്തിലെ അത് ശീലിപ്പിച്ചാലേ കുട്ടികൾക്കത് ലഘുവായി അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായി പിന്നീട് വലുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ ഇബാദത്തിലേക്ക് അവർ വളരുകയുള്ളൂ. ശരി, അപ്പൊ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. പ്രായപൂർത്തി ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പല കുട്ടികൾക്ക് ഇത് അറിയില്ല. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ലജ്ജ കാണിക്കരുത്. മക്കൾക്കിത് അറിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയായെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവന് താടിമീശൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ വയസ്സ് കുറവായിരിക്കും. അവന്റെ തടി ഉഷാറായിട്ടുണ്ടാവും, ഫിസിക്കലി മെച്ചൂർഡായിട്ടുണ്ടാവും. ചിലര് നേരെ തിരിച്ചായിരിക്കും. ഇപ്പൊ ഇതെന്താണ് ഇതിന്റെ അടയാളമെന്ന് കുട്ടികൾക്ക് പലർക്കും അറിയില്ല. പ്രായപൂർത്തിയാകാനുള്ള ലക്ഷണങ്ങൾ, ഒന്ന് 15 വയസ്സ് പൂർത്തിയാവുന്നതാണ്. 15 വയസ്സ് പൂർത്തിയായവർ അവർ ഫിസിക്കലി എത്ര വീക്കാണെങ്കിലും, ഫിസിക്കലി മെച്ചൂർഡ് അല്ലെങ്കിലും 15 വയസ്സായോ നിരുപാധികം, ആണാകട്ടെ പെണ്ണാകട്ടെ, പെൺകുട്ടികൾക്ക് മെൻസസ് ആയിട്ടില്ലെങ്കിലും 15 വയസ്സായോ പ്രായപൂർത്തിയായിട്ടുണ്ട്. രണ്ടാമതായി ഇൻജാലുൽ മനി, ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളതാണ്, മനി പുറപ്പെടുക എന്നുള്ളതാണ്. അത് പ്രായപൂർത്തിയുടെ അത് 15 വയസ്സിന് മുമ്പ് സംഭവിച്ചാൽ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് 15 വയസ്സിന് മുമ്പ് ഹൈൽ പുറപ്പെട്ടാൽ അവർക്ക് പ്രായപൂർത്തിയാകും. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണം, രഹസ്യഭാഗത്ത് കട്ടിയുള്ള രോമങ്ങൾ ഉണ്ടാകുക. അത് പ്രായപൂർത്തിയുടെ ലക്ഷണമാണ്. അത് ഈ 15 വയസ്സിനോ മനി പുറപ്പെടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാലും, 15 വയസ്സാവുന്നതിന് മുമ്പോ, പെൺകുട്ടികൾക്ക് ഹൈലാവുന്നതിന് മുമ്പോ, ആൺകുട്ടികൾക്ക് മനി പുറപ്പെടുന്നതിന് മുമ്പോ സംഭവിച്ചാലും പ്രായപൂർത്തിയുടെ ലക്ഷണമാണത്. മനസ്സിലായല്ലോ? ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ പ്രായപൂർത്തിയായി എന്നാണ്. കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. ശരി, മൂന്നാമതായി നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധന അൽ അഖൽ, ബുദ്ധി ഉണ്ടാകണം എന്നാണ്. ബുദ്ധിയുള്ളവർക്കാണ് നോമ്പ് നിർബന്ധം. ഭ്രാന്തന് നോമ്പെടുക്കേണ്ടതുണ്ടോ? രോഗം കൊണ്ട് ബുദ്ധി മറിഞ്ഞവർക്ക് നോമ്പെടുക്കേണ്ടതുണ്ടോ? ഇല്ല. കുട്ടികൾക്ക് ബുദ്ധി ഉറക്കാത്ത, വകതിരി വെത്താത്ത കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അത് പ്രത്യേകം വന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം അൽ ഖുദ്റത്തു അല സിയാം, നോമ്പെടുക്കാൻ കഴിവുള്ളവർക്ക് നോമ്പ് നിർബന്ധമുള്ളൂ. അത് കുട്ടികളാണെന്നല്ല, മുതിർന്നവരാണെങ്കിൽ തന്നെ, രോഗികളാണോ, നോമ്പെടുക്കാൻ സാധിക്കാത്ത വൃദ്ധരാണോ, വയസ്സായ ആളുകളാണോ, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ആരാണോ രോഗിയായിട്ടുള്ളത്, അതല്ലെങ്കിൽ യാത്രയിലായിട്ടുള്ളത്, അവർ റമളാനിൽ നോമ്പെടുക്കേണ്ടതില്ല. അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അവർ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് പകരം പിടിച്ചു വീട്ടേണ്ടതാണ്. അപ്പൊ നോമ്പെടുക്കൽ പ്രയാസമുള്ള, നോമ്പെടുക്കാൻ അശക്തരായിട്ടുള്ള രോഗികളോ, അതല്ലെങ്കിൽ യാത്രക്കാരോ, വൃദ്ധരോ, നോമ്പെടുക്കാൻ കഴിയാത്ത കുട്ടികളോ അവർ നോമ്പെടുക്കേണ്ടതില്ല. മറിച്ച് അവരെന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. കുട്ടികൾ എന്തായാലും നോമ്പ് വിട്ടുവിട്ടേണ്ടതില്ല. ബാക്കിയുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം എന്നുള്ളത് പിന്നീട് നമ്മൾ വിശദീകരിക്കും. ഇതാണ് നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ. എന്തൊക്കെയാണ്? അൽ ഇസ്ലാം, രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞു? അൽ ബുലൂഗ്, 3 അൽ അഖൽ,
3 അൽ ഖുദ്റത്തു അല സിയാം, മുസ്ലിമായിരിക്കുക, പ്രായപൂർത്തിയാകുക, ബുദ്ധിയുള്ളവരായിരിക്കുക, നോമ്പെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. അൽ ഖുദ്റത്തു അല സിയാം. ഇനി നോമ്പ് ശരിയാകാൻ, അതിനോടൊപ്പം നോമ്പ് ശരിയാകാൻ ചില നിബന്ധനകളുണ്ട്. ഇപ്പൊ പ്രായപൂർത്തിയായവരാകട്ടെ, ബുദ്ധിയുള്ളവരാകട്ടെ, നോമ്പെടുക്കാൻ കഴിവുള്ളവരാകട്ടെ, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളാകട്ടെ, ഇവരാണ് നോമ്പെടുക്കേണ്ടത് ആണല്ലോ. ഇവരെ നോമ്പ് ശരിയാകണമെങ്കിൽ വേറെ ചില ഷർത്തുകൾ കൂടിയുണ്ട്. ഒന്നാമത്തേത് അന്നീയ, നിയ്യത്ത് വേണം. നിയ്യത്തില്ലാതെ നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? നോമ്പ് നല്ല ഒരു ഇബാദത്തും നിയ്യത്തില്ലെങ്കിൽ സ്വീകാര്യമാകുകയില്ല. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നന്മകൾ അല്ലാഹു സ്വീകരിക്കുന്നത് പ്രവർത്തനങ്ങൾ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞു, മല്ലം യുബയ്യിത്തി സിയാം മിനൽ ലൈലി ഫലാ സിയാമ ലഹ്. ആരാണോ രാത്രി നോമ്പിന് നിയ്യത്ത് കരുതാത്തത് അവന് നോമ്പില്ല എന്നാണ്. ഫർള് നോമ്പുകൾക്ക് ഫജ്റിന് മുമ്പ് രാത്രിയിൽ നമ്മൾ നിയ്യത്ത് കരുതണം. സുന്നത്തിനോ? സുന്നത്ത് നോമ്പുകൾക്ക് പ്രശ്നമില്ല. നമ്മൾ രാത്രി സുന്നത്ത് നോമ്പെടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിറ്റേന്ന് നേരം വെളുത്തു, സുബഹിക്ക് ശേഷം പിന്നെ നമ്മളൊന്നും കഴിച്ചില്ല, വീട്ടിലൊന്നുമില്ല, ഫുഡില്ല, അല്ലെങ്കിൽ നോമ്പെടുക്കാം എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അതിൻ്റെ ഇടക്ക് നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. വെള്ളം കുടിച്ചു, സുബഹി നിസ്കാരം കഴിഞ്ഞ് പോയി ചായപ്പീടിയിൽ പോയി കാലിച്ചായ കടിച്ചു, എന്നിട്ട് വീട്ടിൽ പോയി നാശമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എന്നാ പിന്നെ നോമ്പാക്കി കളാം എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മൾ രാത്രി നിയത്തും വെച്ചിട്ടില്ല, സുബഹിക്ക് ശേഷമാണ് നോമ്പെടുക്കാൻ തീരുമാനിക്കും എങ്കിൽ നമുക്ക് നോമ്പിൽ തുടരാനാണ്. സുന്നത്ത് നോമ്പിൽ. ഫർദിൽ ഇങ്ങനെ പറ്റുമോ? പറ്റൂല. എങ്ങനെയാണ് ഫർദ് നോമ്പുകൾക്ക് നിയത്ത് വെക്കുക? ഇത് നമ്മുടെ നാട്ടിൽ വലിയ ആശയക്കുഴപ്പമുള്ള സംഗതിയാണ്. എന്താണ് നിയത്ത് എന്ന് പറഞ്ഞാൽ, ഷാഫി മദ്ഹബിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അവരംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിൽ ഇമാമുകൾ തന്നെ, ഇമാം ഷാഫിയെ പോലെ, ഇമാം നബവിയെ പോലെ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയെ പോലെയുള്ളവർ തന്നെ അവരുടെ കിതാബുകളിൽ മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. നിയ്യത്ത് ചൊല്ലിപ്പറയാന്നുള്ളത് ബിദ്അത്താണെന്ന് അവർ രേഖപ്പെടുത്തിയത് കാണാം. ഷാഫി മദ്ഹബിലെ ഇമാമികൾ തന്നെ. നിയ്യത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നവ എൻവി, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയാ, പറഞ്ഞു, വാക്ക് എന്നല്ല അർത്ഥം. പറയുക, പറഞ്ഞു, വാക്ക് എന്നതിനർത്ഥം കാല യഖൂലു ഖൗല് എന്നാണ്. നമുക്കറിയാം കാല എന്ന് പറഞ്ഞാൽ എന്താ, പറഞ്ഞു. ഖൗല് എന്ന് പറഞ്ഞാൽ എന്താ, വാക്ക്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിചാരം, കരുതൽ. നവ എൻവി എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ്. മനസ്സിൽ കരുതലാണ്, വിചാരിക്കലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അത് പറയലല്ല, അത് ചൊല്ലലല്ല. മനസ്സിന്റെ വിചാരമാണ്, കരുതലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ നോമ്പിന് എങ്ങനെ നമ്മൾ നിയ്യത്ത് വെക്കുക? എങ്ങനെ നിയ്യത്ത് വെക്കുക? മനസ്സിലിങ്ങനെ നമ്മൾ സാധാരണ ഇവിടെ നാട്ടില് യാഥാസ്ഥിക മസ്ജിദുകളിലൊക്കെ ചൊല്ലി പറയുന്ന എന്താണ്? നവൈത്തു സൗമഖദിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി മനസ്സിലിങ്ങനെ പറയലാണോ? ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പറയണ്ട, മനസ്സിലിങ്ങനെ സങ്കല്പിക്കുക. ആ വേർഡ് അങ്ങനെ മനസ്സിലിങ്ങനെ കുറിച്ചു വെക്കുക എന്നാണ് വിചാരം. സഹോദരങ്ങളെ, ഏറ്റവും എളുപ്പത്തിൽ നിയ്യത്ത് എന്താന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏറ്റവും ലളിതമായ ഉദാഹരണം പറയാം. നമ്മൾ ആരും റമദാൻ അത്താഴം കഴിക്കാതെ നോമ്പോക്കില്ലല്ലോ. നോമ്പോക്കോ? ഇല്ല. റമദാനില്ല അധികം ആളുകൾ അത്താഴത്തിന് ഒരിറക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അത്താഴം കഴിച്ചിട്ടാണ്. അത്താഴം കഴിക്കാൻ നമ്മൾ ഫജ്റിന് മുമ്പ് എണീക്കുന്നുണ്ടല്ലോ, അതന്നെ നിയ്യത്ത്. എന്തുകൊണ്ട് നമ്മൾ ഫജ്റിന് മുമ്പ് അത്താഴം കഴിക്കാൻ എണീക്കുന്നത്? പിറ്റേന്ന് നോമ്പ് വെക്കണം എന്നുള്ള നിയ്യത്ത്, ആ വിചാരം കൊണ്ടാണ്. ആ നിയ്യത്തിൽ നമ്മൾ എണീക്കുവോ? നോമ്പ് വെക്കാൻ വിചാരമില്ലാത്ത അത്താഴം കഴിക്കാൻ എണീക്കുവോ? എന്തുകൊണ്ടാണ്? റമദാനിലല്ല, ഇപ്പൊ ഷാബാനിലെത്തി. ചിലപ്പോൾ ഈ ഷാബാൻ വരെ സുന്നത്ത് നോമ്പുകൾ ഒരുപാട് അനുഷ്ഠിച്ചിട്ട് ഇതുവരെ റമദാൻ എത്തുന്നവരെ ഒരു നോമ്പ് പോലും അനുഷ്ഠിക്കാത്ത ആളുകൾ ഉണ്ടാവും. സുന്നത്തായിട്ടുള്ള ഒരു നോമ്പ് പോലും. എന്തേ സാധിക്കാതിരുന്നു? അത് അത്താഴത്തിന് അനുസരിച്ചിട്ടില്ല. നോമ്പെടുക്കാനുള്ള വിചാരമില്ല. വിചാരമുണ്ടെങ്കിൽ, ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ, കരുതലുണ്ടെങ്കിൽ നമ്മൾ എണീക്കും, നോമ്പ് വെക്കും, അല്ലേ? അത്താഴത്തിന് ഓരോ ദിവസവും റമദാൻ നമ്മൾ എഴുന്നേൽക്കുന്നു എന്നുള്ളത് തന്നെ നിയ്യത്താണ്. നമ്മൾ നോമ്പ് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത്താഴത്തിന് എഴുന്നേൽക്കുക, അത് തന്നെ നിയ്യത്താണ്. അതുകൊണ്ട് അത്താഴത്തിന് ഒരാൾ എഴുന്നേറ്റാൽ അവന് നോമ്പിന് നിയ്യത്തുണ്ട് എന്നാണ്. അവന്റെ നിയ്യത്ത് അതായി എന്നാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു പുതിയ ഒരു വാചകക്രമമോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക നിയ്യത്തിന് ഒരു പ്രത്യേക രൂപം ഒന്നുമില്ല. ആ വിചാരം തന്നെയാണ്, ആ മനോവ്യാപാരം തന്നെയാണ് നിയ്യത്ത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, റമദാനിന് തുടക്കത്തിൽ തന്നെ ഒരൊറ്റ നിയ്യത്ത് വെച്ചാൽ മതിയോ, അതല്ല ഓരോ ദിവസത്തിനും പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് വെക്കണം? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു റമദാനിൽ ആദ്യത്തെ ദിവസം ഈ ചിന്തയുണ്ടായാൽ മതി. അതങ്ങനെ നമ്മൾ സംഭവിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്താഴത്തിന് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതോടുകൂടി തന്നെ നമ്മളെ നിയ്യത്ത് ഓരോ ദിവസം പുതുങ്ങുകയാണ്, അല്ലേ?
ഓരോ ദിവസം ആ നിയത്തിലാണ് നമ്മൾ എഴുന്നേൽക്കുക. നമ്മളെ സംബന്ധിച്ചുള്ളത് സംഭവിക്കുന്നില്ല. ഇനി ഇല്ലെങ്കിൽ തന്നെയും റമദാനിലെ ആദ്യ ദിവസം ഞാനിതാ റമദാനിലെ ഫർദ് നോമ്പ് എടുക്കുകയാണെന്നുള്ള നിയത്തിൽ നമ്മൾ അത്താഴം കഴിച്ചു തുടങ്ങി. പിന്നെ ആ നിയത്ത് പുതുക്കിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞിട്ടുള്ളത്, ഫുഖഹാക്കൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ. കാരണം അവൻ എങ്ങനെയല്ലെങ്കിൽ അതിനിടക്ക് ഇപ്പൊ രോഗിയായി, അതിൽ യാത്രയായി, നോമ്പ് മുറിഞ്ഞു. റമദാൻ നമ്മളൊരു മാസക്കാലം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നോക്കുകയാണല്ലോ. അപ്പൊ ഈ നോമ്പ് നോക്കുന്നതിനിടെ ഇടക്ക് നമ്മളൊന്ന് ഹോസ്പിറ്റലായി, രോഗം സംഭവിച്ചു, നോമ്പ് മുറിഞ്ഞു. പിന്നെ വീണ്ടും നമ്മൾ 3-4 ദിവസം നോമ്പ് ഒഴിവാക്കി, പിന്നെ നോമ്പെടുക്കുക. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഹൈലോ നിഫാസം ഉണ്ടായി, ഇടയിലൊരു ഗ്യാപ്പ് വന്നു, പിന്നെ നമ്മൾ വീണ്ടും നോമ്പെടുക്കാൻ ആരംഭിക്കുമ്പോൾ ആ നിയത്ത് പുതുക്കണം. അങ്ങനെ പോലും ഇളവുണ്ട് നിയത്തിന്റെ വിഷയത്തിലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സംഭവിക്കുന്നില്ല. എല്ലാ മുസ്ലിമീങ്ങളും അത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴം കഴിച്ചിട്ടാണ് നോമ്പ് വെക്കുന്നത്, അല്ലേ? അത് തന്നെയാണ് നിയ്യത്ത്. അതല്ലാതെ നിയ്യത്ത് എന്ന സംഗതി ഒരു പ്രത്യേകമായൊരു രൂപമോ പറച്ചിലോ പ്രയോഗമോ പദപ്രയോഗങ്ങളോ അല്ല. ഇത് മതി നിയ്യത്ത് എന്ന് പറഞ്ഞു. അപ്പോ അത്താഴത്തിന്റെ സമയത്ത് ആ വിചാരമുണ്ടാകുക എന്നുള്ളതാണ് നോമ്പിന്റെ നിയ്യത്ത്. അതില്ലെങ്കിലോ ചില കുട്ടികളുണ്ട്, കുട്ടികളെ കൊണ്ട് നോമ്പെടുക്കുമ്പോൾ ചില പ്രായപൂർത്തിയായ കുട്ടികളെ തന്നെ, ഇനിയിപ്പം പ്രായപൂർത്തിയാവാത്ത തമീജത്തെ കുട്ടികളെ തന്നെ, ഒരല്ലെങ്കിൽ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ, സുബീക്ക് എണീക്കാൻ ഭയങ്കര അല്ലെ, വെള്ളമൊക്കെ കൊടുന്നൊഴിച്ച് അല്ലെങ്കിൽ 4 കൊട്ടൊക്കെ കൊട്ടി വടിയൊക്കെ എടുത്ത് ഒച്ചുണ്ടാക്കിയാൽ ചിലപ്പോൾ എണീക്കുള്ളൂ. നോമ്പിന്റെ അത്താഴത്തിന്റെ സമയത്താണെങ്കിലോ ഓൻ അത്താഴം കഴിച്ചതും എണീച്ചതൊക്കെ ഉറക്കത്തിൽ തന്നെ ആയിരിക്കും, ഓനൊരു ബോധം ഉണ്ടാവില്ല. അപ്പോ കുട്ടികൾ സ്വബോധത്തോടു കൂടിയാണ് അത്താഴം കഴിക്കണമെന്നുള്ളത്. ഉറങ്ങുന്നതിന്റെ അടുക്ക് വായിൽ 2 ഉരുള വെച്ചിട്ട് അത്താഴം കഴിപ്പിക്കലല്ല. കുട്ടികൾ ആ ഇസ്തിഹ്ലാറും നിയ്യ, അവരെ മനസ്സാന്നിധ്യത്തോടു കൂടി അത്താഴത്തിന് ബോധത്തോടു കൂടി ഭക്ഷണം കഴിക്കുമെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്നാലേ നിയ്യത്തുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിയ്യത്തുണ്ടാവോ? ഇല്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് നോമ്പ് ശരിയാകാനുള്ള നിബന്ധന, നിയ്യത്ത്. രണ്ടാമതായി അൽ ഖുലൂ മിനൽ മവാനി', നോമ്പിന് തടസ്സമായിട്ടുള്ള, നോമ്പ് ശരിയാകാൻ വിഘാതമായിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമാണ്. സ്ത്രീകൾക്ക്, അവർ മുസ്ലിമാകട്ടെ, ബുദ്ധിയുള്ളവരാകട്ടെ, പ്രായപൂർത്തിയുള്ളവരാകട്ടെ, നോമ്പെടുക്കാൻ കഴിവുള്ളവരാകട്ടെ, പക്ഷെ നോമ്പ് ശരിയാവണമെങ്കിൽ, നോമ്പ് ശരിയാകാൻ തടസ്സമായ ഹൈലോ നിഫാസ് അവർക്ക് ഉണ്ടാകാൻ പാടില്ല. ബാക്കി എല്ലാ ഷർത്തും ഒത്തു, പക്ഷെ ഇതുണ്ട്, നോമ്പ് ശരിയാവോ? ഇല്ല. നിയത്തില്ലാത്ത പോലെ തന്നെ ബാക്കി എല്ലാം ഒത്തു, നിയത്തില്ലെങ്കിലോ നോമ്പ് ശരിയാവില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹൈലോ നിഫാസോ ഉണ്ടെങ്കിൽ അവരുടെ നോമ്പ് ശരിയാകുകയില്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, കുട്ടികൾ നോമ്പ് നോക്കിയാൽ ശരിയാവും. പക്ഷെ എങ്ങനത്തെ കുട്ടികൾ നോമ്പ് നോക്കിയാൽ? നമ്മുടെ നിസ്കാരത്തിന് ഇവിടെ സഫിനിടയിൽ ഓടിക്കളിക്കുന്ന, ചാടിക്കളിക്കുന്ന കുട്ടികൾ നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സ്റ്റാമിന ഒക്കെ ഉണ്ടാവും, ബാറക്കല്ലാഹു ഫീ, അങ്ങനത്തെ കുട്ടികൾ. പക്ഷേ തമീസില്ല, വകതിരിവില്ല. തമീസിന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ അതാണ് 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം, ആ പ്രായം 7 വയസ്സെങ്കിലായാലേ തമീസ് എത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെയാണ് നോമ്പെടുക്കേണ്ടത്. അവരെ നോമ്പ് ശരിയാവും. അവർക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും അവരെ നോമ്പ് ശരിയാകുന്ന പ്രായം വകതിരിവിന്റെ പ്രായമാണ്. അപ്പൊ തമീസ് എത്തുന്ന കുട്ടികൾ, അവരെ നോമ്പ് ശരിയാകാൻ ആ പ്രായം എത്തിയാൽ മതിയോ? ശരി. ഇത് പണ്ഡിതന്മാർ അതിന്റെ കൂടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു സംഗതിയാണ്. ഇപ്പൊ ഇവിടെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൈലും നിഫാസുമുള്ള സ്ത്രീകൾ, അവരെ നോമ്പ് ശരിയാകുകയില്ല. ഇപ്പൊ ഒരു സ്ത്രീ റമളാനിൽ നോമ്പെടുത്തു തുടങ്ങി, റമളാന്റെ 1-ാമത്തെ ദിവസം അവർക്ക് നോമ്പ് കിട്ടി, നോമ്പെടുത്തു തുടങ്ങി, 1-ാമത്തെ നോമ്പ് പൂർത്തിയാക്കാൻ 1 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. 1 സെക്കൻഡ് മാത്രം ബാങ്ക് കൊടുക്കാൻ ഹൈലുണ്ടായി, നോമ്പ് പറഞ്ഞു. അവരെ നോമ്പ് ശരിയാവില്ല. ആ നോമ്പ് ഒരു കളാ കിട്ടണം. 1 സെക്കൻഡ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോ ഹൈലു നിഫാസും നോമ്പിന് വിഘാതമാണ് എന്ന് സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി നോമ്പിനെ ദുർബലപ്പെടുത്തുന്ന, നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം റിദ്ദ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. നോമ്പെടുത്തോണ്ടിരിക്കെ നോമ്പുകാരനായിരിക്കും ഒരാൾ കുഫറിന്റെ വർത്താനം പറഞ്ഞു, അല്ലെങ്കിൽ കാഫറായി. ഈ നോമ്പ് ഞാൻ അള്ളാഹ് നിർബന്ധാക്കി എന്നുള്ള പ്രതീക്ഷയിലോ എന്ന വിചാരത്തിലോ, അല്ലെങ്കിൽ അള്ളാന്റെ അടുത്തുനിന്ന് സ്വർഗം കിട്ടണം, റിയാൻ എന്നൊക്കെ എന്ന മോഹത്തിലൊന്നും, ഇതിന്റെ തടി നന്നാക്കാൻ വേണ്ടിയാണ് ഞാൻ നോമ്പ് നോക്കിയത് എന്നൊരാൾ നോമ്പുകാരനിരിക്കെ പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അങ്ങനെ ഒരാൾക്ക് റിദ്ദത്ത് സംഭവിച്ചാൽ ആ നോമ്പ് എന്നല്ല, ആ റമദാനിലെ നോമ്പ് എന്നല്ല, സകല നോമ്പ്, സകല ഇബാദത്തുകളും ബാത്തിലായി. അപ്പൊ നോമ്പിനെ, സർവ്വ നന്മകളെയും ബാത്തിലാക്കുന്ന, നശിപ്പിക്കുന്ന സംഗതിയാണ് റിദ്ദത്ത്, മതപരിത്യാഗം. രണ്ടാമതായി അൽ ജിമാ, ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം. അത് മുതിർന്നവർക്കറിയാം, കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി പ്രായപൂർത്തിയായ ആളുകളിൽ നിന്ന് മനീയ് പുറപ്പെടുക.
ഗുഹ്യാവയത്തിൽ നിന്ന് ഇന്ദ്രിയം പുറപ്പെടുക. ഇതാണ് നാലാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അൽ അഖ്ലു വശുർബ്, തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക. ഇവിടെ ബാങ്കിനേഷം വരാം. എന്നാൽ പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ, വിവാഹിതരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു മസാല, റമളാനിന്റെ പകലിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ജിമായിലായാൽ അവരുടെ നോമ്പ് ബാത്തിലാകും, നോമ്പ് മുറിയും. മാത്രമല്ല അത് ഗുരുതരമായ തിന്മയാണ്. അതറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ അത് അറിയാത്ത മുസ്ലിങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സംഗതിയും ഇസ്ലാമിൽ വിലക്കിയിട്ടുള്ളത് അറിവില്ലായ്മ കൊണ്ടോ അബദ്ധത്തിലോ സംഭവിച്ചാൽ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരും. പക്ഷെ ബോധപൂർവം അറിഞ്ഞുകൊണ്ടത് ചെയ്താൽ അത് ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ സംഭവിച്ചാൽ, റമളാനിന്റെ പകലിൽ ജിമാ സംഭവിച്ചാൽ അവർക്കുള്ള പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. ഒപ്പം അതിന് കഫാറത്തുണ്ട്. ഈ കഫാറത്തിന്റെ ക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ പാലിക്കണം. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഓപ്ഷണലാണെന്നാണ്. ഒന്ന്, ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അടിമയെ മോചിപ്പിക്കുക എന്നുള്ള പരിപാടി നമ്മുടെ നാട്ടിൽ നടപ്പില്ല. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യസൂമ ശഹറൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി, 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് വെക്കണം എന്നാണ്. ഇനി അതിന് സാധിക്കാത്തവൻ, അതിന് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ, ശർഈയായ ന്യായങ്ങൾ, അള്ളാന്റെ അടുത്ത് ബോധിപ്പിക്കാൻ പറ്റുന്ന ന്യായങ്ങൾ ഉള്ള ആൾ, അയാൾക്കാണ് എന്തുള്ളത്? 60 സാധുക്കൾക്ക്, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഒന്നാമത്തെ അടിമയെ മോചിപ്പിക്കുക എന്നുള്ള സംഗതി ഇല്ലെങ്കിൽ മാത്രം 2 മാസക്കാലം നോമ്പ് തുടർച്ചയായി. അതിന് സാധിക്കില്ലെങ്കിൽ മാത്രമാണ് മൂന്നാമത്തെ ഓപ്ഷൻ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. 60 നോമ്പ് നോക്കാൻ സാധിക്കുന്നവർ അത് തന്നെ ചെയ്യണം. അത് ചെയ്യാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ ആ കഫാറത്ത് വീടുകയില്ല. അതിലും വലിയ ഗുരുതരമായ തെറ്റായി മാറും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഓപ്ഷണലല്ല, ആ ക്രമം പാലിക്കണം. ഒന്നില്ലെങ്കിൽ ഒന്ന്, അങ്ങനെയാണത് പാലിക്കേണ്ടത്. ആ വിഷയത്തിൽ ആരാണോ, ഇപ്പൊ ചിലപ്പോൾ സ്ത്രീകൾ നിർബന്ധിതരായി ചിലപ്പോൾ അവർക്ക് സംഭവിക്കാം, ആരാണതിന് മുൻകൈ എടുത്ത് അവരാണ് കുറ്റക്കാരാകുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യമാണ് മനി പുറപ്പെടുക എന്നുള്ളത്. പ്രായപൂർത്തിയായ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ അതിനെക്കുറിച്ച് തലമുണ്ടാക്കേണ്ടതില്ല. ഈ മനി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയോ? റമളാനിൽ നോമ്പെടുത്തിട്ട് സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയോ? ഇല്ല, മുറിയില്ല. റമളാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഉറക്കത്തിലോ മറ്റോ ബോധപൂർവം നമ്മൾ ചെയ്യാതെ അറിയാതെ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുകയില്ല. അവന് കുളിച്ചാൽ മതി, ജനാബത്തിന്റെ കുളി കുളിച്ച് ശുദ്ധീകരിച്ചാൽ മതി. എന്നാൽ അതല്ലാതെ ഭാര്യമാരുമായിട്ടുള്ള സംസർഗമോ, ജിമാ അല്ലാത്ത സംസർഗമോ, അതല്ലെങ്കിൽ സ്പർശനമോ, ചുംബനമോ, അതല്ലെങ്കിൽ ഇങ്ങനെ വികാരമിളക്കി വിടുന്ന എന്തെങ്കിലും കാഴ്ചയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അങ്ങനെ മനി പുറപ്പെടുക, അങ്ങനെ സംഭവിക്കുക. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ, പ്രായപൂർത്തിയായ കുട്ടികൾ, കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ, കുട്ടികൾക്കിടയിൽ, പ്രായപൂർത്തിയായവർക്കിടയിൽ വ്യാപകമായി നിലനിൽക്കുന്ന തിന്മയാണ് സ്വയംഭോഗം, മാസ്റ്റർബേഷൻ, ഇസ്തിംന എന്ന അറബിയിൽ പറയും. ഗുരുതരമായ തിന്മയാണത്. അത് വ്യഭിചാരത്തിലേക്കുള്ള തുറുപ്പുചീട്ടാണ്. പല ആളുകളും അതിനെ ശാസ്ത്രീയമായും പല ഇസ്ലാമിന്റെ വക്താക്കളും അതിനെ ഹലാലാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. വലിയ തിന്മയാണത്. അങ്ങനെ ചെയ്യുക, സ്വയംഭോഗം ചെയ്യുക, ഇതെല്ലാം നോമ്പിനെ മുറിച്ചു കളയുന്നതാണ്. അതിലപ്പുറത്ത് നോമ്പിനെ മുറിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഗുരുതരമായ തിന്മയാണ്, വൻപാപമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യമാണ്. അതല്ലാതെ ബോധപൂർവമല്ലാതെ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുകയില്ല. ഇനി ഒരാൾ രാത്രിയിൽ ജനാബത്തുകാരനായി അത്താഴം കഴിച്ചു, അതല്ലെങ്കിൽ ഫജ്ർ ബാങ്ക് കൊടുത്തു, കുളിച്ചില്ല, നോമ്പെടുക്കാൻ നിയ്യത്ത് വെച്ചു, ഫജ്ർ ബാങ്ക് കൊടുത്തു, അയാളുടെ നോമ്പ് ബാത്തിലാകുമോ? അയാളുടെ നോമ്പ് ശരിയാകുമോ? ശരിയാവും. ഫജ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷവും കുളിച്ചാൽ മതിയാകും. ഫജ്റിന് മുമ്പ് ജനാബത്തുകാരനായി ഫജ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷവും ജനാബത്തിലായി തുടർന്ന് കുളിച്ചിട്ടില്ലെങ്കിൽ പോലും
അയാളുടെ നോമ്പ് മുറിയുന്ന മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പ് ശരിയാകുന്നതാണ്. ശരി, നാലാമതായി നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? നോമ്പ് മുറിയുന്ന നാലാമത്തെ കാര്യം അൽ അക്ലു അവിഷുർബ്, തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക. നോമ്പുകാരനായിരിക്കെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക. അതാരും ചെയ്യൂല, അങ്ങനെ ചെയ്യുന്നവർ നോമ്പ് നോക്കൂല. പക്ഷേ അബദ്ധത്തിൽ സംഭവിക്കാം, മറന്നുകൊണ്ട് സംഭവിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് അടിസ്ഥാനമാണ്. മറന്നുകൊണ്ട് ഒരാൾ നോമ്പുകാരനാണെന്ന് മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, നോമ്പ് മുറിയോ? ഇല്ല. ഭക്ഷണം കഴിച്ചു, ഇങ്ങനെ ചവച്ച് ഇങ്ങനെ അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ അറിഞ്ഞു, അന്നനാളത്തിൽ കൂടെ ഇങ്ങനെ പള്ളിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഉള്ളിലേക്ക് പോയ സാധനം നമുക്കിനി തിരിച്ചെടുക്കാൻ പറ്റൂല. വായന്റെ ഉള്ളിലാണെങ്കിൽ തൊണ്ടയിലാണ്, അത് നമുക്കൊന്ന് കക്കി പുറത്ത് കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഉള്ളിലേക്ക് പോയതിനെ കുറിച്ച് നമ്മൾ ബേജാറാവേണ്ടതില്ല. ഏതായാലും 2 ഉരുള അടിച്ചു, ഞാൻ പ്ലേറ്റ് തീർന്നവരങ്ങ് അടിക്കാം എന്ന് വിചാരിച്ചാലോ? അപ്പൊ നോമ്പ് മുറിയും. നമ്മൾ മറന്ന് സംഭവിച്ചതേ അള്ളാഹു പുറത്തു തരുള്ളൂ, വിട്ടുവീഴ്ച ചെയ്തുള്ളൂ. ഇടക്ക് ഓർമ്മ ഒന്ന് തിന്നുന്നതിന്റെ ഇടക്ക്, എന്നാ പിന്നെ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് തീരുമാനാക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല. മറന്നുകൊണ്ട് സംഭവിച്ചത് കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, മൻ അകല നാസിയൻ വഹുവ സ്വായിമുൻ ഫൽയുതിമ്മ സൗമഹു. ആരാണോ മറന്നുകൊണ്ട് നോമ്പുകാരനായിരിക്കെ അവൻ തിന്നത്, അവനവന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ, നോമ്പ് മുറിയുകയില്ല. ഫഇന്നമ അത്അമഹു അല്ലാഹു വസഖ, അവനെ കുടിപ്പിച്ചതും ഭക്ഷിപ്പിച്ചവനും അല്ലാഹുവാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അതാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തിൽ നമ്മൾ ചെയ്യുന്ന ദുആ. അല്ലാഹുവേ, ഞങ്ങൾ മറന്നുകൊണ്ടോ അബദ്ധത്തിലോ അറിവില്ലായ്മയിലോ ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളുടെ പേരിൽ ഞങ്ങളെ നീ പിടികൂടരുത്. അത് അള്ളാഹു സ്വീകരിച്ച ദുആയാണ്. ഈ ഉമ്മത്തിന് അള്ളാഹു ഇളവ് ചെയ്ത അവർക്കുമേൽ അള്ളാഹു സ്വീകരിച്ച ദുആ ആണ് ഈ ദുആ. അതുകൊണ്ട് അബദ്ധം സംഭവിച്ച് അറിയാതെ ചെയ്യുന്ന അല്ലെങ്കിൽ മറന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടുകയില്ല. അപ്പോ മറന്നുകൊണ്ട് തിന്നാ പ്രശ്നമില്ല. അതുപോലെ തന്നെ അബദ്ധത്തിൽ ചിലപ്പോ മറന്നിട്ട് സംഭവിക്കുന്നത് അബദ്ധത്തിൽ സംഭവിക്കുന്നത് രണ്ടാണ്. ഏതുപോലെ? അബദ്ധത്തിൽ എങ്ങനെ സംഭവിക്കുക? ചിലപ്പോൾ ഷെഫായിരിക്കും, റമദാനിൽ കുക്കായിരിക്കും. സലാമാക്കാക്ക് പ്രസക്തമായ മസലയാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്യും ചിലപ്പോൾ, അല്ലെ? സ്ത്രീകൾ ഭക്ഷണം രുചിച്ചു നോക്കും. ചിലപ്പോൾ രുചിച്ചു നോക്കുന്ന ആ മസാലയിലേക്ക് നമ്മൾ വരാം, അത് കൂട്ടത്തിൽ തന്നെ പറയാം. രുചിച്ചു നോക്കും. ഭക്ഷണം രുചിക്കാൻ അനുവാദമുണ്ട്. എങ്ങനെ രുചിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ചവർപ്പും അതല്ലെങ്കിൽ അതിന്റെ രുചിയും നമ്മുടെ തൊണ്ടയിൽ കൂടെ വയറ്റിലെത്തില്ല എന്നുള്ള ഉറപ്പുള്ള രുചി. അതല്ലാതെ ഡെയിലി എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്ന, ജ്യൂസ് ഉണ്ടാക്കിയാലും രുചിക്കുക, കറി ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ചെയ്ത് അവസാനം പള്ളിലേക്ക് പോണ വഴി അറിയില്ല. അത്യാവശ്യത്തിന് ഇപ്പൊ രോഗികൾക്ക് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും, കുട്ടികൾക്ക് ചിലപ്പോൾ. അപ്പൊ അതൊക്കെ ടേസ്റ്റ് ചെയ്യാന്നുള്ളത് എക്സ്പെർട്ടായിട്ടുള്ള പാചകക്കാർക്കൊന്നും രുചി നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കൃത്യമായ അളവുണ്ടാവും. അങ്ങനെ അവശ്യഘട്ടത്തിൽ നമ്മളിങ്ങനെ ടേസ്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങാതെ അകത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി രുചിച്ചാൽ നോമ്പിനെ ബാധിക്കോ? നോമ്പ് മുറിയില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനിടക്ക് അറിയാതെ അബദ്ധത്തിൽ ഒരു ഉരുള അങ്ങോട്ട് അകത്തുപോയി, അല്ലെങ്കിൽ ഒരിറക്കം അങ്ങോട്ട് അകത്തുപോയി. ബോധപൂർവം ചെയ്തതല്ല, അറിയാതെ. അതാണ് അബദ്ധം. നമ്മൾ ബോധപൂർവം തന്നെ ചെയ്തത്, പക്ഷെ അബദ്ധത്തിൽ അകത്തുപോയി. മറ്റത് മറന്നിട്ട് നമ്മൾ വെള്ളം കുടിച്ചു. രണ്ടും വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ അബദ്ധത്തിൽ പോയി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ പിടികൂടുകയില്ല. നമുക്ക് നോമ്പ് തുടരാം. പക്ഷേ അബദ്ധത്തിൽ സംഭവിച്ചതിന്റെ പിന്നാലെ സുബദ്ധത്തിൽ ചെയ്താൽ പ്രശ്നമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ശരി, എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅ്തും ബിഹി വലാകിമ്മാ തഅമ്മദത് ഖുലൂബുക്കും. നിങ്ങൾ അബദ്ധത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, അതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ അള്ളാഹു പിടികൂടും. വഖാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും. അള്ളാഹുവിന്റെ കാരുണ്യമാണത്. അള്ളാഹു ദീനിലെ വിധികൾ അവൻ നമുക്ക് എളുപ്പമാക്കിയതിന്റെ ഭാഗമാണിത്. അബദ്ധത്തിൽ സംഭവിക്കുന്നതും മറന്നുകൊണ്ട് സംഭവിക്കുന്നതും അള്ളാഹു പിടികൂടുകയില്ല. അതുപോലെ തന്നെ ബോധപൂർവം ചെയ്യുക, അവൻ തന്നെ എന്താ പറയാ, അവന്റെ തീരുമാനത്തോടു കൂടി ചെയ്യുക. അത് പ്രത്യേകിച്ച് ആ പറയുന്നതിൽ പ്രസക്തിയില്ല. പക്ഷെ മറ്റൊരു വിഷയം ഇതിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. നിർബന്ധിതനായ ഒരാൾ ചെയ്യാം. എങ്ങനെ നിർബന്ധിതനായി ചെയ്യാം? എങ്ങനെയാണ്? നോമ്പ് മുറിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിന്നെ കൊന്നുകളയോടാ, നിന്റെ തലയിറക്കും, അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ പൈസ ഞാൻ കൊള്ളയടിക്കും,
എന്നാരെങ്കിലും അക്രമിയോ തോന്നിവാസിയോ നമ്മുടെ ജീവന് ഭീഷണി ഉയർത്തി ചെയ്യുകയാണെങ്കിൽ, നോമ്പ് മുറിയുന്ന കാര്യം ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ സമയത്ത് നമ്മൾ തടി കഴിച്ചിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരർക്ക് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളോ ചെയ്യാം. നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന രൂപത്തിൽ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. അങ്ങനെയല്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഈ ആധുനിക കാലഘട്ടത്തിലും അങ്ങനെയുള്ള നാടുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നാണ്. നോമ്പെടുക്കുന്നവരെ നോമ്പ് മുറിപ്പിക്കുന്ന നാടുണ്ട് നമ്മൾ ഇന്ത്യയിൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുസ്ലിമീങ്ങൾ അവർ പീഡിപ്പിക്കപ്പെടുന്ന നാടുകളിൽ, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന നാടുകളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി നോമ്പ് മുറിച്ചാൽ അവർ നോമ്പ് ബാത്തിലാവോ? ഇല്ല, അവരെ നോമ്പ് മുറിയുകയില്ല. അവർക്ക് ഇളവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്ന ഹദീസ്, ഇന്നല്ലാഹ ഖദ് തജാവസ അൻ ഉമ്മത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിനെ ഇളവ് ചെയ്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അൽ ഖത, അബദ്ധത്തിൽ സംഭവിക്കുന്നത്, വന്നിസ്യാൻ, മറവിയാൽ സംഭവിക്കുന്നത്, വമസ്തുക്രിഹു അലൈ, നിർബന്ധിതരായി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്, അങ്ങനെ സംഭവിക്കുന്നത് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഈ 3 രൂപത്തിൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തിലാകുകയില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ നമ്മുടെ അകത്തേക്ക് പല സംഗതിയും ചിലപ്പോൾ പോകും. ഉദാഹരണത്തിന് വുളു എടുക്കുമ്പോൾ മൂക്കിലൂടെ എന്ത് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ, ഇപ്പം മൂക്കിൽ മരുന്നിട്ടിച്ചു കഴിഞ്ഞാൽ നോമ്പ് ബാത്തിലാവും. അത് ആമാശയത്തിലേക്ക് എത്തുന്നതാണ്. അത് വായിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ വുളു എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളു എടുക്കുമ്പോൾ നിങ്ങൾ മൂക്ക് ശക്തമായി ചീറ്റണം. നോമ്പുകാരനല്ലാത്തപ്പോൾ, നോമ്പ് കാലത്ത് മൂക്കിൽ വെള്ളം കയറ്റി ശക്തമായി നമ്മളങ്ങ് വലിച്ചു കയറ്റിയാൽ അത് ചിലപ്പോൾ വയറ്റിലേക്ക് എത്തും. അതുകൊണ്ട് നോമ്പുകാരൻ ലഘുവായിട്ടേ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റാവൂ. അപ്പൊ മൂക്കിലൂടെ എന്ത് നമ്മൾ അകത്തേക്ക് വലിച്ചാലും, അത് വെള്ളമാകട്ടെ എന്തുമാകട്ടെ, ഇനിയിപ്പോൾ മരുന്നിട്ടിച്ചാലും ശരി, അത് വയറ്റിലേക്ക് എത്തും, നോമ്പ് ബാത്തിലാവുമെന്നാണ്. എന്നാൽ കണ്ണിൽ മരുന്നിട്ടിക്കാൻ പറ്റുമോ? കണ്ണിൽ മരുന്നിട്ടിക്കാം. ചെവിയിൽ മരുന്നിട്ടിക്കാൻ പറ്റുമോ? ചെവിയിൽ മരുന്നിട്ടിക്കാം, പ്രശ്നമില്ല. അതുപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളുടെ ഹുക്മിൽ വരുന്ന മറ്റൊരു വിഷയമാണ് ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ട്രിപ്പ് കയറ്റുക. നമ്മൾ ക്ഷീണം പ്രയാസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ട്രിപ്പ് പോയി കേട്ടൂലേ? അത് ശരീരത്തിന് പോഷണം നൽകുന്ന സംഗതിയാണ്. അത് ഭക്ഷണവും പാനീയൊന്നും ഇല്ലെങ്കിലും, നമ്മൾ തിന്നും കുടിക്കും പോലെ അല്ലെങ്കിൽ ശരീരത്തിന് പോഷണം നൽകുന്ന സംഗതിയാണ്. ഗ്ലൂക്കോസ് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അങ്ങനെ പ്രയാസമുള്ളവർ നോമ്പ് എടുക്കാതിരിക്കുകയാണ് വേണ്ടത്. നോമ്പുകാരനായിരിക്കാതെ ചെയ്താൽ നോമ്പ് മുറിയും. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ 2 രൂപത്തിലുണ്ട്. വെയിനിലൂടെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഈ ഗ്ലൂക്കോസ് ട്രിപ്പ് ഇടുന്നതിന് പകരം അങ്ങനെ എന്തെങ്കിലും നമ്മളെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുമ്പോൾ കുത്തിവെക്കുന്ന, ശരീരത്തിന് പുഷ്ടി നൽകുന്ന മറ്റ് ഇഞ്ചക്ഷനോ മറ്റൊക്കെ ആണെങ്കിൽ നോമ്പ് മുറിയും. അതല്ല, വേറെ ചില ഇഞ്ചക്ഷൻ ഉണ്ട്. ഇപ്പോൾ പെയിൻ കില്ലർ പോലെ തരിപ്പിക്കാൻ, ഒരു മുറിയുണ്ട്, അത് ഡ്രസ് ചെയ്യണം. അപ്പോൾ അവിടെ തരിപ്പിക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ചെയ്തു തൊലിപ്പുറത്ത്. അത് വെയിനിലൂടെ നമ്മളെ ശരീരത്തിലെത്തി നമുക്ക് പോഷണം നൽകുന്ന ഇഞ്ചക്ഷൻ അല്ല. അങ്ങനെ തരിപ്പിക്കാനോ പെയിൻ കില്ലറായോ വേദന സംഹാരിയായോ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല. മറ്റത് നമ്മൾ ഗ്ലൂക്കോസ് ട്രിപ്പ് ഇടുന്നത് പോലെ, അല്ലെങ്കിൽ ശരീരത്തിന് പോഷണം നൽകുന്ന മറ്റെന്തെങ്കിലും മരുന്ന് കുത്തിവെക്കുന്നത് പോലെ, അങ്ങനെയുള്ള ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അത് ഈ പറഞ്ഞ ഭക്ഷണം കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്നതിന്റെ ഹുക്മിലാണ്, പരിധിയിലാണ് പെടുക. മൂക്കിലൂടെ നമ്മൾ മരുന്നിട്ടിച്ചാലും ഉളു മുറിയും. 5ാമത്തെ കാര്യം ഇഖ്റാജുദ്ദം, രക്തം പുറത്തെടുക്കുക. ഏതുപോലെ? രക്തം പുറത്തെടുക്കുന്ന സിസ്റ്റാണ് ഹിജാമ, കപ്പിംഗ് തെറാപ്പി. ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും. ഇതിനോട് ഖിയാസാക്കി പണ്ഡിതന്മാർ പറഞ്ഞു, ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുന്ന പോലെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ നോമ്പ് മുറിയുമെന്നാണ് പണ്ഡിതന്മാരിൽ ചില പറഞ്ഞിട്ടുള്ളത്. ഹിജാമയുടെ ഹുക്മിൽ പണ്ഡിതന്മാർ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ നമ്മളെ ശരീരം നോമ്പുകാരനായിരിക്കും, ക്ഷീണിക്കും. അത് വേറൊരു കാര്യം. നമ്മളെ തന്നെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിലായിരിക്കും. എന്നാൽ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ അല്പം ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയോ? ബ്ലഡ് പരിശോധന, രക്തപരിശോധനയ്ക്ക് വേണ്ടി നോമ്പ് കാലത്ത് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ രക്തം കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല. അതൊരുപാട് രക്തം പോകുന്നില്ല. ഹിജാമയിലൂടെ നമ്മൾ ഒരുപാട് രക്തം പുറത്തെടുക്കുന്ന പോലെ ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ, രക്തം ദാനം ചെയ്യുമ്പോൾ കൊടുക്കുന്ന പോലെയുള്ള
രക്തം പുറത്തെടുക്കലല്ല, അത് കുറച്ച് ബ്ലഡല്ലേ, കുറച്ച് ഡ്രോപ്സ് ബ്ലഡാണ് എടുക്കുന്നത്. അപ്പൊ രക്തപരിശോധനയ്ക്ക് വേണ്ടി രക്തം എടുക്കുന്നതിൽ നോമ്പിനെ ബാധിക്കില്ല, നോമ്പ് മുറിയില്ല. രക്തം കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ രക്തം സ്വീകരിച്ചാലും, നോമ്പുകാലത്ത് നോമ്പുകാരനായിരിക്കും ബ്ലഡ് നമ്മൾ സ്വീകരിച്ചു, ചോര നമ്മളെ ശരീരത്തിലേക്ക് കയറ്റി. അത് നമുക്ക് എന്തുകൊണ്ടാണ് ചോര കയറ്റുന്നത്? ചോര കുറവുള്ളപ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആരോഗ്യം ബലഹീനമാകുമ്പോഴാണല്ലോ. അപ്പൊ ഇത് രക്തം കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പോഷണം ലഭിക്കും. അപ്പൊ രക്തം കയറ്റാൻ പാടില്ല, രക്തം ഡൊണേറ്റ് ചെയ്യാതിരിക്കലാണ് നല്ലത്, സൂക്ഷ്മതക്ക് നല്ലത്. ഹിജാമയുടെ ഹുക്മിന്റെ പരിധിയിൽ പണ്ഡിതന്മാർ അത് എണ്ണിയതുകൊണ്ട്. എന്നാൽ രക്തപരിശോധനയ്ക്ക് വേണ്ടി ഒരല്പം രക്തമെടുക്കുന്നതുകൊണ്ട് നമ്മുടെ നോമ്പിന് ഒന്നും സംഭവിക്കുകയില്ല. അല്ലാഹു ആലം. ഇതാണ് വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആറാമത്തെ കാര്യം, നോമ്പ് മുറിയുന്ന ആറാമത്തെ കാര്യം അത്തഖയ്യുഉ അമദൻ, മനഃപൂർവ്വം ഛർദ്ദിക്കുക എന്നുള്ളതാണ്. നോമ്പുകാലത്ത് ഒരാൾ ബോധപൂർവമല്ലാതെ ഛർദ്ദി വന്നു, അസുഖം പോലെ ഛർദ്ദി വന്നു, നോമ്പ് മുറിയോ? നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല. മനഃപൂർവ്വം ഛർദ്ദിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, അങ്ങനെ ഉണ്ടല്ലോ, എനിക്കറിയാം, ഉണ്ടാക്കി ഛർദ്ദിക്കാൻ. അങ്ങനെ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. നോമ്പുകാലത്ത് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ, മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. അത് അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം, സ്ത്രീകൾക്ക് നോമ്പുകാരായിരിക്കെ ഹൈലോ നിഫാസോ പുറപ്പെട്ടാൽ അവരെ നോമ്പ് മുറിയും. നേരത്തെ പറഞ്ഞ പോലെ നോമ്പെടുത്തു, നോമ്പ് മുറിക്കാൻ ഒരു സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ മാത്രമാണ് അത് സംഭവിച്ചെങ്കിൽ പോലും അവരെ നോമ്പ് അത് ഫസാദാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദർസിൽ അടുത്ത ആഴ്ച വിശദീകരിക്കാം. തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.